നടപ്പാക്കിയിട്ടുണ്ടോ, നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ കോടതി വളരെ പോസിറ്റീവായിട്ട് ഒരു മൂഡിലെടുത്ത് എത്ര ദിവസം പുരുഷൻ വ്യാജമായി ജയിലിൽ കിടന്നോ, വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്നോ, അത്രയും ദിവസം ആ സ്ത്രീയും വ്യാജമായി ജയിലിൽ കിടക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യമല്ല, ബഹുമാനപ്പെട്ട ഒരു കോടതി നൽകിയ വിധിന്യായത്തിന്റെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം. നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് പുരുഷ കമ്മീഷൻ എന്ന ആശയം ഇതിന്റെ പേരില്ല. യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിലൊന്നും എന്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോ എനിക്കെതിരെ ഹണി റോസിന്റെ പരാതി വന്ന കാര്യം ഞാൻ അറിയുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോ അതായത് വൈകിട്ട് ഏകദേശം 8:30 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട്, പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങൾ എല്ലാ മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. കേസ് എടുത്തിരിക്കുന്നത് ഈവ് ടീസിംഗ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. BNSന്റെ 76ഉം IT ആക്ടിന്റെ 67ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിന്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNSന്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം